ആവശ്യമാണോ? അള്ളാഹിനെ കുറിച്ചിട്ടുള്ള പേടിയുണ്ടായാൽ മതി. അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ സൂക്ഷ്മതയുള്ള ഒരു ജീവിതം നമുക്കുണ്ടാക്കുവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനം ലഭിക്കുമെന്നുള്ളതാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം നീ സൂക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളാരും അള്ളാഹിനെ സൂക്ഷിക്കാത്ത ആളുകളല്ല. പക്ഷേ ചില സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ സൂക്ഷ്മതയ്ക്ക് എവിടെയെങ്കിലും വിള്ളൽ വരാറുണ്ടോ? ആ സൂക്ഷ്മതയ്ക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ തേയ്മാനം സംഭവിക്കാറുണ്ടോ? നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ ആ റബ്ബിനോട് നീ ഒരിക്കലും അനുസരണക്കേട് കാണിക്കരുത്. ആ റബ്ബിനെ കൃത്യമായി കൊണ്ട് നീ അനുസരിക്കണം. അതുപോലെ അദ്ദേഹം പറയുകയാണ്, അവനെ വിസ്മരിക്കാതെ നീ ജീവിക്കുക, അവനെ ഓർത്തുകൊണ്ട് നീ ജീവിക്കുക. ആ റബ്ബിനോട് നന്ദി കാണിച്ച് ആ റബ്ബിലേക്ക് ശുക്ർ ചെയ്തുകൊണ്ട് നീ ജീവിക്കുക. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് സമാധാനം ഉണ്ടാകുന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടും നമ്മുടെ മുൻഗാമികളോടും നൽകിയ വസിയ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലഖദ് വസ്വൈനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയ്യാകും അനിത്തഖുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടും നമ്മുടെ മുൻഗാമികളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപദേശിച്ചത് പ്രിയപ്പെട്ടവരെ, അനിത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നുള്ളതാണ്. ആ സൂക്ഷ്മത ഒരു മാസത്തിൽ ഉണ്ടായാൽ പോരാ, ഒരു വർഷത്തിൽ ഉണ്ടായാൽ പോരാ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉണ്ടായാൽ പോരാ. ഈ ദുനിയാവിൽ അല്ലാഹ് നിനക്ക് ജീവൻ നൽകി. നിന്റെ ജീവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ശരീരത്തിൽ നിന്ന് എടുക്കുന്നത് വരെ ആ സൂക്ഷ്മത നിനക്കുണ്ടാകണം. പരിശുദ്ധ ഖുർആനിൽ ഒരു വചനമില്ലേ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഹൃദയസ്ഥമാക്കിയ, നമ്മളെല്ലാവരും മനപ്പാഠമാക്കിയ ഒരു വചനമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഹഖ്ഖ തുഖാതി, അവനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം നിങ്ങൾ അവനെ സൂക്ഷിക്കണം. എന്നിട്ട് റബ്ബ് പറഞ്ഞത് എന്താണ്? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകല്ലേ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ആഗ്രഹിക്കണം ഈ ഒരു തഖ്വക്ക് വേണ്ടി. മഹാന്മാരായിട്ടുള്ള മുൻഗാമികളായി കൊണ്ടുള്ള പ്രവാചകന്മാരും ഈ തഖ്വയുടെ വിഷയത്തിൽ ഏറെ താല്പര്യമുള്ള ആളുകളായിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനം ലഭിക്കാൻ അള്ളാഹിനെ കുറിച്ചിട്ടുള്ള സൂക്ഷ്മത ഉണ്ടായാൽ മതി. ഏത് മേഖലയിലും അള്ളാഹിനെ കുറിച്ചിട്ടുള്ള ആ ഒരു സൂക്ഷ്മതയും ആ ഒരു പേടിയും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു സമൂഹത്തിനും ഒരു വിഭാഗീയതക്കും ഒരു നാട്ടുകാർക്കും ഒരു വ്യക്തിക്ക് പോലും നമ്മെ തകർക്കുവാൻ, നമ്മെ ഇല്ലാതാക്കുവാൻ സാധിക്കുകയില്ല. പക്ഷേ ആ സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൈവരിക്കുന്നുണ്ടോ എന്ന് ആത്മാർത്ഥതയോടുകൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹ് പറഞ്ഞില്ലേ, വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആരെങ്കിലും അല്ലാഹനെ സൂക്ഷിച്ചാൽ അവൻക്കുള്ള തുറസ് അല്ലാഹ് കൊടുക്കും. എത്ര ഹൃദ്യമാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പഠിച്ചവരാണ് നമ്മൾ, കേട്ടവരാണ് നമ്മൾ, മനസ്സിലേക്ക് കോരി വെച്ചവരാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, നോക്കൂ നിങ്ങൾ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ആ മൂസാ നബിയിൽ വിശ്വസിച്ച ആളുകളും ഫിറഔനിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങളിലൂടെ ആർത്തിരമ്പുന്ന കടലിന്റെ മുമ്പിൽ എത്തിപ്പെട്ടപ്പോൾ അനുയായികൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് ചോദിക്കുകയാണ്, മൂസ, ഫിറഔനും കൂട്ടരും നമ്മുടെ പിറകിലാണ്, അവര് നമ്മെ പിടിക്കില്ലേ, അവര് നമ്മെ പിടികൂടുകയില്ലേ എന്ന് ചോദിക്കുമ്പോ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മറുപടി, എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും എന്നുള്ളതാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ആ ഒരു സമാധാനപരമായി കൊണ്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായത് എന്താണ്? അല്ലാഹുവിലുള്ള സൂക്ഷ്മതയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കുക. അതുപോലെ തന്നെ ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ ആത്മാർത്ഥമായി ഗൗരവത്തോടുകൂടി സമാധാനപൂർണമായ ജീവിതത്തിന് നമ്മൾ ആഗ്രഹിക്കേണ്ടുന്ന മറ്റൊരു വിഷയമാണ് തിന്മകളിൽ നിന്ന് പരിപൂർണമായി നമ്മൾ മാറി നിൽക്കുക എന്നുള്ളത്. ഇന്ന് ഈ ജുമയിൽ പങ്കെടുക്കുന്നതിന്റെ തൊട്ട് നിമിഷം വരെ
എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിക്കുക, നമ്മളൊന്ന് ചോദിക്കുക നമ്മുടെ സ്വന്തം നഫ്സിനോട്. എൻ്റെ കണ്ണുകൊണ്ട്, എൻ്റെ സംസാരം കൊണ്ട്, എൻ്റെ പ്രവർത്തനം കൊണ്ട്, എൻ്റെ ഇടപാടുകൾ കൊണ്ട് ഈ ഒരു പള്ളിയിൽ ജുമാക്ക് വരുന്നതിൻ്റെ തൊട്ട് നിമിഷം എത്ര പാപങ്ങൾ, എത്ര തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് മറുപടി കിട്ടും. പ്രിയപ്പെട്ടവരെ, കഴിവിന്റെ പരമാവധി തിന്മയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ഉണർത്തുകയാണ്, ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹാ. പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമായ വചനമാണ് ഈ വചനം. ആരെങ്കിലും പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നതായാൽ, 2-3 വിഷയങ്ങൾ അന്ന് പറഞ്ഞു കേട്ടോ. എന്താണ്? പശ്ചാത്തപിക്കുക, അതുപോലെ തന്നെ വിശ്വസിക്കുക, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ, ഇനി പ്രിയപ്പെട്ടവരെ നമുക്കുള്ള ഓപ്ഷനാണ് ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അങ്ങനെയുള്ളവരുടെ തിന്മകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളാക്കി മാറ്റും. വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. അല്ലാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി എന്നല്ല, പരിപൂർണമായി എല്ലാവിധ പാപങ്ങളിൽ നിന്നും മുക്തമാകുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി സ്വാഭാവികമായും എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിച്ചു പോയാൽ എന്ത് ചെയ്യണം? തൗബ ചെയ്ത് ഇസ്തിഗ്ഫാറൊക്കെ നടത്തി നമ്മൾ മടങ്ങണം. കഴിഞ്ഞ ഒരു മാസം പരിശുദ്ധമായ റമദാനിൽ നമ്മൾ ആ ഒരു വിഷയത്തിലൊക്കെ നമ്മൾ വലിയ താല്പര്യം കാണിച്ച ആളുകളായിരുന്നു. ആ ഒരു താല്പര്യം നമുക്കിപ്പോൾ ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, മനസ്സമാധാനത്തിന് തിന്മകളിൽ നിന്ന് മാറി നിൽക്കണം. തിന്മകളുടെ കൂമ്പാരങ്ങൾ കയറ്റിവെച്ച ഒരു മനുഷ്യന് എങ്ങനെയാണ് നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവുക? എങ്ങനെയാണ് ദീനിന്റെ മേഖലകളിൽ അവനക്ക് സജീവമാകാൻ കഴിയുക? എങ്ങനെയാണ് അള്ളാന്റെ മാർഗത്തില് സമ്പത്ത് വിനിയോഗിക്കുവാൻ അവനക്ക് സാധ്യമാവുക? കഴിയില്ലല്ലോ. ആ രൂപത്തിൽ തിന്മകളിൽ നിന്ന് മാറി നിൽക്കണം. ഇനി തിന്മ സംഭവിച്ചു പോയാൽ തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പ്രിയപ്പെട്ടവരെ ഏറെ പഠിക്കേണ്ടതാണ്. വിശ്വാസികളായിട്ടുള്ള നമ്മൾ ഒരുപാട് വർഷക്കാലം തൗഹീദ് നടത്തിയിട്ട് വളരെ വിരലെണ്ണാകുന്ന അല്പം ആളുകളാണ് ഹിദായത്തിലേക്ക് കടന്നു വന്നത്, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയം കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അദ്ദേഹം റബ്ബിനോട് പറയുകയാണ്, ഖാല റബ്ബി ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറാ. പടച്ചോനെ, ഞാൻ എൻ്റെ സമൂഹത്തെ രാവിലെയും വൈകുന്നേരവും ഒക്കെ ഇങ്ങനെ വിളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് റബ്ബേ. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. ഞാൻ അവരെ വിളിക്കുമ്പോഴെല്ലാം അവരിങ്ങനെ ഓടിപ്പോവുക എന്നതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. അഥവാ അവരെന്റെ വിളി അവർ കേൾക്കുന്നില്ല റബ്ബേ എന്നാണ്. അങ്ങനെ പറഞ്ഞു വന്നുകൊണ്ട് അവസാനം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സമൂഹത്തോട് പറയുകയാണ്, ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക. ഇസ്തിഗ്ഫാർ നിങ്ങൾ നടത്തുക. അങ്ങനെ നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഉപരിഭാഗത്ത് നിന്ന് സമൃദ്ധമായ മഴയെ അല്ലാഹ് നിങ്ങൾക്ക് നൽകും. നമ്മൾ പറയലുണ്ട്, മഴ പെയ്തു പോയി, ആരെങ്കിലും കണ്ടോ, നിങ്ങൾ കണ്ടോ എന്നൊക്കെ ചോദിക്കലുണ്ട്. ആ മഴയല്ല, സമൃദ്ധമായ മഴയെ അല്ലാഹ് നമുക്ക് തരും. എന്താ ഉള്ളൂ പ്രിയപ്പെട്ടവരെ? ആത്മാർത്ഥമായിക്കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നമ്മൾ പറഞ്ഞാൽ എന്നുള്ളതാണ്. അതുപോലെ തന്നെ വയുംദിദുകും ബി അംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മക്കളെ കൊണ്ടും നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും അല്ലാഹു നിങ്ങളെ പരിപോഷിപ്പിക്കും. അറിഞ്ഞോ ഈ മഹത്വങ്ങൾ നമ്മൾ ജീവിതത്തിൽ പുലർത്തിയോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുത്ത് ആ മനസ്സമാധാനത്തെ കരസ്ഥമാക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻക്ക് വേണ്ടതാണ് ഏറ്റവും നല്ല ഒരു സൽ സ്വഭാവിയായിട്ട് അവൻ മാറുക എന്നുള്ളത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ അവൻക്ക് വലിയ സമ്പത്തുണ്ടായിക്കൊള്ളണമെന്നില്ല. എല്ലാവർക്കും ഒരുപോലെ വലിയ വലിയ സമ്പത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല.
പക്ഷെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് പ്രിയപ്പെട്ടവരെ സൽ സ്വഭാവം എന്നുള്ളത്. അല്ലേ? നമ്മുടെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരായിരുന്നു? അൽ അമീനായിരുന്നു, വിശ്വസ്തനായിരുന്നു. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവ് കണ്ടാൽ സ്വഹാബത്തിന് ഇഷ്ടമായിരുന്നു, നാട്ടുകാർക്ക് ഇഷ്ടമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ഒരു വരവ് കണ്ടാൽ നമ്മുടെ ആളുകൾക്ക്, നമ്മുടെ അഹ്ലീങ്ങൾക്ക്, നമ്മുടെ കൂട്ടുകാർക്ക് പ്രയാസമാണോ എങ്കിൽ നമ്മൾ നമ്മുടെ സൽസ്വഭാവത്തെ ഒന്ന് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അല്ലേ? ആ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് പറഞ്ഞ വചനമുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് എന്താണ്? വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. നബിയേ, താങ്കൾ ഏറ്റവും നല്ല സൽ സ്വഭാവത്തിന്റെ ഉടമയാകുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു പ്രവാചകനെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ താങ്കൾ ഏറ്റവും നല്ല സൽ സ്വഭാവത്തിന്റെ ഉടമയാകുന്നു എന്ന് പറയുമ്പോ ആ പ്രവാചകന്റെ സ്ഥാനവും അദ്ദേഹത്തിന്റെ മഹത്വവും എവിടെ എത്തിയിട്ടുണ്ട്? നമുക്കൊരുപാട് പാഠമില്ലേ? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബ് പറഞ്ഞത്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി ലൻഫളൂ മിൻ ഹൗലിക്. അല്ലാഹ് പറയാണ്, നബിയേ, താങ്കൾ ഒരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ താങ്കളുടെ ചുറ്റുപാടിൽ നിന്നവർ എന്നേ പോകുമായിരുന്നു നബിയേ. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഏറ്റവും നല്ല സൽസ്വഭാവിയായിരുന്നു. അവിടുത്തെ സ്വഹാബാ കിറാമുകളോട്, അവിടുത്തെ ജീവിതവുമായി ബന്ധപ്പെടുന്ന ആളുകളോട്, ഭാര്യമാരോട്, മക്കളോട്, പേരക്കുട്ടികളോട്, എല്ലാവരോടും ഏറ്റവും നല്ല ഉദാത്തമായ സ്വഭാവമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അള്ളാഹിനെ കുറിച്ചിട്ടുള്ള ഓർമ്മയുണ്ടായിരുന്നു, സമാധാനമുണ്ടായിരുന്നു, ശാന്തിയുണ്ടായിരുന്നു. ആ ഒരു രീതിയിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറേണ്ടതുണ്ട്. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിലേക്ക് സൽസ്വഭാവം കടന്നു വന്നാൽ, നല്ല സ്വഭാവം കടന്നു വന്നാൽ ആരാധനകളിൽ നമുക്ക് കൃത്യമായ ഒരു നിലപാടുകൾ ഉണ്ടാകും. അഥവാ അത് ചെയ്യാനുള്ള ഒരു താല്പര്യവും ആവേശവും നമുക്കുണ്ടാകും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഗ്യാരണ്ടിയും വാറന്റിയും ഒക്കെ ഉണ്ട്, ഇല്ലേ? എന്നാൽ ഇത് കൈനീട്ടി മേടിക്കുന്ന, ഇത് കൃത്യമായി കൊണ്ട് പ്ലാൻ ചെയ്ത് ഇതിനിവിടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആയുസ് പറയാൻ ലോകത്ത് ആർക്കാണ് പ്രിയപ്പെട്ടവരെ സാധ്യമാവുക? ഇല്ലല്ലോ. ഇപ്പൊ ഇന്ന് സുബഹി ജമാഅത്ത് നമസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് നമുക്ക് നഷ്ടപ്പെട്ട് തന്നെയാണ്, വലിയ നഷ്ടമാണ്, സംശയമില്ല. കാരണം ഇനി ആ ഒരു ദിവസത്തിലേക്ക്, ആ ഒരു നേരത്തിലേക്ക് പടച്ച റബ്ബ് നമ്മളെ കൊണ്ടുപോകുന്നില്ല. നാളത്തെ സുബഹിയിലേക്ക് നമ്മൾ എത്തുമോ എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല, അല്ലേ? അത്രയേറെ നൈമിഷികമാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ സമാധാനം ആഗ്രഹിക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് എന്താണെന്നറിയോ? ഇബാദത്തുകളിൽ സജീവമാവുക എന്നുള്ളതാണ്. ആരാധനാ കർമ്മങ്ങളിൽ സജീവമാവുക, വിശിഷ്യ പ്രത്യേകിച്ച് നമസ്കാരത്തിന്റെ വിഷയത്തിൽ. നമ്മുടെ കൂട്ടത്തിൽ എത്രയോ ആളുകളുണ്ട്, അവർക്ക് മഗ്രിബ് നമസ്കാരം മാത്രമേ ഉള്ളൂ, ചില ആളുകൾക്ക് സുബഹി മാത്രമുള്ളൂ, ചില ആളുകൾക്ക് അസ്ർ മാത്രമുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആര് പഠിപ്പിച്ചു ഇത്? ആരാണ് ഈ രൂപത്തിൽ നമ്മളെ പഠിപ്പിച്ചത്? അല്ലല്ലോ. ഓരോ നമസ്കാരവും അതിൻ്റെതായ കൃത്യമായ സമയത്ത് നിർവഹിക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റുപാടിലേക്ക് നമ്മൾ നോക്കുക, ഇബാദത്തുകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് എത്രയാണ്? നമ്മുടെ ഓരോ നാടുകളിലും പള്ളികളുടെ എണ്ണം എത്രയാണ്? എത്ര സൗകര്യത്തിലാണ് നമ്മൾ പള്ളികളിൽ ഒരുമിച്ച് കൂടുന്നത്, അല്ലേ? നമുക്ക് എന്ത് കുറവാണ് അല്ലാഹ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇത്രയേറെ സൗകര്യങ്ങളില്ലാത്ത ഒരു കാലഘട്ടം ഇവിടെ കടന്നുപോയിട്ടുണ്ട്. സ്വഹാബത്ത് അവർ നമസ്കരിച്ച് നമ്മൾ ഇന്നിരിക്കുന്ന പോലെയുള്ള സുഖത്തിലൊന്നും ആയിരുന്നില്ല, പ്രയാസപ്പെട്ടിട്ടായിരുന്നു. ജമാഅത്ത് നമസ്കാരത്തിലേക്ക് അവർ കാണിച്ചിരുന്ന കണിശത ഏറെ വലുതായിരുന്നു. മഹാനായ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു കണ്ണ് കാണാത്ത സ്വഹാബിയാണ്. പ്രിയപ്പെട്ടവരെ, കണ്ണ് കാണില്ല എന്ന് പറഞ്ഞാൽ അത് ചില്ലറ വിഷയമല്ല. വെളിച്ചമുള്ള സന്ദർഭത്തിൽ ഒരു അല്പനേരം കരണ്ട് ഒന്ന് പോയി ഇരുട്ടത്ത് നിൽക്കുമ്പോ തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ വെളിച്ചത്തിന്റെ ആ ഒരു പ്രാധാന്യം എന്നുള്ളത്, അല്ലേ?
അപ്പൊ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണ് നൽകി. നമ്മൾ അല്ലാഹുവിന്റെ സുന്ദരമായ ഭൂമിയും മറ്റുമൊക്കെ നമ്മൾ കണ്ടാസ്വദിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് കണ്ണ് കാണില്ലല്ലോ, എനിക്ക് പള്ളിയിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നമസ്കരിച്ചാൽ പോരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഒരു ഇളവ് കൊടുത്തു. പോകുന്ന സന്ദർഭങ്ങളിലൂടെ വിളിക്കുകയാണ്, ഉമ്മു മക്തൂം, താങ്കൾ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, ചോദിച്ചത് അല്ലാഹുവിന്റെ റസൂലാണ്, ചോദിച്ചത് അല്ലാഹുവിന്റെ റസൂലാണ്. ആ സ്വഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ അജ്ദു ലക റുഖ്സ ഉമ്മു മക്തൂം, നിനക്ക് ഒരു ഇളവും ഞാൻ കാണുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? ജമാഅത്തിന് പള്ളിയിലെത്തണമെന്ന്. കണ്ണ് കാണാത്ത സ്വഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയേറെ ഗൗരവത്തിൽ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസിനികളെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, കൈകാലുകൾക്ക് പ്രശ്നങ്ങളില്ലാത്ത, ആരോഗ്യത്തിന് പ്രശ്നമില്ലാത്ത നമ്മൾ ഓരോരുത്തരും ജമാഅത്തിന്റെ വിഷയത്തിൽ എത്ര താല്പര്യം നമ്മൾ കാണിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, അല്ലേ? അവ്വലു മാ യുഹാസബു ബിൽ അബ്ദു യൗമൽ ഖിയാമ അസ്വലാത്ത്. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയിൽ നിന്ന് ആദ്യമായി വിചാരണ ചെയ്യുന്ന അവന്റെ നമസ്കാരമായിരിക്കും എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ നമസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് കിട്ടുന്ന ഒരു സമാധാനമുണ്ട്, അല്ലേ? എത്ര വലിയ സമാധാനമാണ് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ വചനങ്ങൾ ഇമാമിങ്ങനെ പാരായണം ചെയ്യുമ്പോൾ അതിങ്ങനെ കേട്ട് സ്വർഗത്തിന്റെ വചനങ്ങൾ കടന്നു പോകുമ്പോ, അല്ലാഹുവേ, ആ സ്വർഗം നീ എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിച്ച് നരകത്തിന്റെ വചനങ്ങൾ കടന്നു പോകുമ്പോ, റബ്ബേ, ആ നരകത്തിൽ നിന്ന് എന്നെ നീ കാത്തിരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ആ നമസ്കാരം ഇങ്ങനെ പൂർണ്ണമാക്കി നമസ്കാരത്തിൽ നിന്ന് വിരമിച്ച് അല്ലാഹുവേ ഇത് സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള പ്രാർത്ഥനയും ചൊല്ലി നമ്മൾ പോകുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സുഖമുണ്ട്, നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദത്തെ നേടിയെടുക്കുവാനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സമാധാനം ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ്, ഈ ലോകത്ത് നിന്ന് എനിക്കൊരു വിട പറയലുണ്ട് എന്നുള്ളത്. ആ ഒരു ചിന്ത ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിലേക്ക് അമലുകൾ കടന്നു വരികയുള്ളൂ. ആ ഒരു ചിന്തയുണ്ടെങ്കിലേ ഹറാമിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ കാണിക്കുവാൻ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. ആളുകൾ നല്ലപോലെ ഞാൻ നല്ല നിസ്കരിക്കുന്ന ആളെന്ന് ആൾക്കാരൊക്കെ ഒന്ന് പറയട്ടെ, അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ അള്ളാഹിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലേ? നമ്മൾ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? അള്ളാഹിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലേക്ക് നമ്മളെ പറഞ്ഞയച്ചത് പ്രിയപ്പെട്ടവരെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹ്ക്ക് കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ ദുനിയാവിലൂടെ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഓരോ വാർത്തകൾ ദൈനംദിനം എങ്ങനെ നമ്മൾ കേൾക്കും. കൊലപാതകമായിട്ടും അക്രമമായിട്ടും യുദ്ധങ്ങളായിട്ടും അതുപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങളായിട്ടും ഒക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അമലുകളിൽ ഒരു വിള്ളൽ നമുക്ക് സംഭവിക്കാൻ പാടില്ല. നമ്മുടെ സുരക്ഷിതമായ നമ്മുടെ മറ്റുള്ള മേഖലകളിൽ നമുക്കൊരു പ്രയാസമുണ്ടാകാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് ഈ പറഞ്ഞ രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ സമാധാനത്തെ നേടിയെടുക്കുവാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇത് ഇവിടത്തേക്ക് മാത്രമല്ല, നാളെ പരലോകത്തേക്കും അനിവാര്യമാണ്. അല്ലാഹു പറയാണ്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. സ്വത്തോ മക്കളോ ഉപകരിക്കാത്ത ഒരു ദിവസമുണ്ടേ. നീ എത്ര വലിയ സമ്പത്തുള്ള വ്യക്തിയാണെങ്കിലും ഏക്കർ കണക്കിനുള്ള സാമ്പത്തികമായ ഭദ്രത നിന്റെ ജീവിതത്തിൽ നീ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും നിനക്ക് ഉപകാരപ്പെടാത്ത ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. നിന്റെ മക്കൾ ഏറ്റവും നല്ല ആലിമീങ്ങളാണോ, അല്ലെങ്കിൽ നിന്റെ മക്കൾ ഏറ്റവും നല്ല സമ്പന്നരാണോ, ഒരുപാട് പദവികൾ അലങ്കരിക്കുന്നവരാണോ, അതൊന്നും നാളെ പരലോകത്ത് നിനക്ക് ഉപകാരപ്പെടുകയില്ല. എങ്ങനെയല്ലാതെ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സമാധാനമടയുന്ന ഒരു ആത്മാവിനല്ലാതെ, ആ രൂപത്തിലുള്ള ഒരാൾക്കല്ലാതെ
നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് പറഞ്ഞത് നമ്മെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് ഹിദായത്ത് നൽകിയ റബ്ബാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അതിന് പരിഹാരങ്ങളും പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആത്മാർത്ഥമായി കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല ജീവിതം നയിക്കുവാനും സമാധാനത്തോടുകൂടി ഈ ദുനിയാവിൽ നിന്ന് വിട പറയുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.